നമസ്കാരം. 6 പതിറ്റാണ്ടിന്റെ സംഗീത സപര്യയിൽ രാജ്യത്തിന്റെ ബാല്യത്തിനും പ്രണയത്തിനും വിരഹത്തിനും തന്റെ ശബ്ദമാന്ത്രികത കൊണ്ടുകൂട്ടിയിരുന്ന പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട ചൊല്ലാനൊരുങ്ങി രാജ്യം. ഇന്നലെ കൊച്ചുമകൾ അപ്സര പ്രിയ ഗായികയുടെ വിയോഗം രാജ്യത്തെ അറിയിച്ചതു മുതൽ നിരവധി പേരാണ് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തിയത്. ഇന്ത്യയുടെ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഇതിനോടകം ജാനകിയമ്മയെ അവസാനമായി ഒരു നോക്കു കാണാൻ വീട്ടിലേക്കും ആശുപത്രിയിലേക്കുമായി എത്തിക്കഴിഞ്ഞു. രാവിലെ 8:30 മുതൽ മൈസൂരുവിലെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലാണ് പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ കനിയനഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാരം. 20 ഭാഷകളിലായി 20,000-ഓളം ഗാനങ്ങൾ പാടിയ പകരം വയ്ക്കാനില്ലാത്ത നാദവിസ്മയമാണ് വിടവാങ്ങുന്നത്. ഇന്ത്യൻ സംഗീത ലോകത്തിൽ വേറിട്ട ശബ്ദ സൗന്ദര്യം കൊണ്ട് പടുത്തുയർത്തിയ ഗാനസിംഹാസനമാണ് ജാനകിയമ്മ കടന്നുപോകുമ്പോൾ ശൂന്യമാകുന്നത്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മാള കേബിൾ വിഷന്റെ സമാദരണം 2026 വിദ്യാഭ്യാസ അനുമോദന ചടങ്ങിൽ പഠനത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ് യുവജനകാര്യ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്. നന്നായി പഠിക്കുക എന്നത് ഈ കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും മന്ത്രി ജനീഷ്. ലഹരി മാഫിയയുടെ വേരറക്കും വരെ സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മരണത്തിന്റെ വ്യാപാരികൾ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് നഷ്ടം കുത്തനെ വർദ്ധിച്ചതായി ചൂണ്ടിക്കാട്ടി ചാലക്കുടി വാൽപ്പാറ സ്വകാര്യ ബസ് സർവീസ് അവസാനിപ്പിച്ചു. ഇതോടെ നിലയ്ക്കുന്നത് 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള പെർമിറ്റുള്ള സർവീസ്. വിശദമായ വാർത്തകളിലേക്ക്. മാള കേബിൾ വിഷന്റെ സമാദരണം 2026 വിദ്യാഭ്യാസ അനുമോദന ചടങ്ങിൽ പഠനത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ് യുവജനകാര്യ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്. നന്നായി പഠിക്കുക എന്നത് ഈ കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും പരീക്ഷാ സംവിധാനങ്ങളിലെ അനീതികൾക്കെതിരെ പ്രതികരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. മാള കേബിൾ വിഷൻ സംഘടിപ്പിച്ച സമാദരണം 2026 ചടങ്ങ് യുവജനകാര്യ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം ചെയ്തു. നന്നായി പഠിച്ചിട്ടും വിദ്യാർത്ഥികൾ തോറ്റുപോകുന്ന തരത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന പ്രവണത ചിലയിടങ്ങളിലുണ്ടെന്ന് മന്ത്രി വിമർശിച്ചു. നീറ്റ് പരീക്ഷയെ ഉദാഹരണമാക്കി അത്തരം രീതികൾക്കെതിരെ പ്രതികരിക്കേണ്ടി വരുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വിദ്യാർത്ഥികളും പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പലപ്പോഴും പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളോട് സംബന്ധിച്ചാൽ അവരൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊളിറ്റിക്സിൽ തീരെ താല്പര്യമില്ല, രാഷ്ട്രീയത്തിൽ തീരെ താല്പര്യമില്ല എന്നതാണ്. ഞാൻ ഈ SLC +2 കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങളോട് വന്ന് രാഷ്ട്രീയത്തെ പറ്റി പറയുന്നതല്ല, പൊതുവിൽ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകളാണ് പൊതുവിലുള്ള എല്ലാ വിദ്യാർത്ഥികളും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ഏറ്റവും നന്നായി പഠിച്ച് ഇവിടെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങൾ നടത്തിയതും ഒരു തരത്തിൽ ഇതൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. കാരണം നന്നായി പഠിക്കുക എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമാണ്. കാരണം നിങ്ങളാക്കി ഇവിടെ കൊണ്ടുവന്നിരുത്തുന്നതിൽ ഈ സിസ്റ്റം ചെലവഴിച്ചൊരു സമയമുണ്ട്, അതിനുവേണ്ടി ചെലവഴിച്ച ഒരു പണമുണ്ട്. ഇപ്പോൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ചു വന്ന വിദ്യാർത്ഥികളാണെങ്കിലും അതല്ല സ്വകാര്യ മാനേജ്മെൻറ്റുകളാണെങ്കിൽ കൂടി നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള ആളുകളും ഈ സമൂഹവും ഒക്കെ തന്നെ അതിൻ്റെ പുറകിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു സമയവും പണവും പിന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 10-ാം ക്ലാസ് വരെ പഠനം പൂർത്തീകരിച്ച് അല്ലെങ്കിൽ +2 വരെ പഠനം പൂർത്തീകരിക്കപ്പെടുന്ന സമയം വരെ അവന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന പണം, സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ അന്തരീക്ഷങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ, വെള്ളം ഉൾപ്പെടെ, കറണ്ട് ഉൾപ്പെടെ, അധ്യാപകരുടെ നിയമനങ്ങൾ ഉൾപ്പെടെ, അവരുടെ ശമ്പളം ഉൾപ്പെടെ, നിങ്ങൾക്ക് നൽകുന്ന യൂണിഫോം, പാഠപുസ്തകങ്ങൾ, എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ അതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിയാൽ ഒരു വിദ്യാർത്ഥി ചെറിയ ക്ലാസ് മുതൽ +2 പഠനം വരെ പൂർത്തീകരിച്ച് കഴിയുമ്പോഴേക്കും ഈ സമൂഹം ഒരു വലിയ പണം അവൻ്റെ പുറകിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മാതാപിതാക്കളായിട്ടും സ്കൂളായിട്ടും ഗവൺമെൻറ്റായിട്ടും സർക്കാർ ഇതര സംഘടനകളൊക്കെ ആയിട്ട് ഇതിനെ വലിയ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. KCCL ചെയർമാൻ പി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി MP ബെന്നി ബെഹനാൻ മുഖ്യപ്രഭാഷണം നടത്തി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവിധ സംഘടനകൾ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സംഘടനകൾ എല്ലാം വിളിച്ച് നിങ്ങളെ അനുമോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ നാടിൻ്റെ സ്വപ്നവും പ്രതീക്ഷയും നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ മാത്രമല്ല, നിങ്ങൾ ഈ നാടിൻ്റെ സ്വപ്നമാണ്, ഈ നാടിൻ്റെ പ്രതീക്ഷയാണ്. നിങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷം ഈ നാടിനെ വ്യത്യസ്ത തലങ്ങളിൽ നയിക്കേണ്ടവർ, നേതൃത്വം കൊടുക്കുക. അതുകൊണ്ടാണ് എല്ലാവരും നിങ്ങളെ വിളിച്ച് ഇത്തരം സ്നേഹവായ്പോടുകൂടി നിങ്ങളെ ചേർത്ത്. 24 ന്യൂസ് സീനിയർ എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം മുഖ്യാതിഥിയായി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർ ജോഷി കാഞ്ഞൂത്തറ,
AEO KK സുരേഷ്, നിസാർ കോയപ്പറമ്പിൽ, PT പാപ്പച്ചൻ, ഷാൻഡി ജോസഫ്, TK സന്തോഷ്, MA വിനോദ്, സിസ്റ്റർ റിനി റാഫേൽ, TD സുഭാഷ്, സിജി ജോസ്, T ജയപ്രകാശ്, PS സുബിതൻ, CP പ്രദീപ്, PL ജോണി, ജിജോ ജോസഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഈ വർഷത്തെ പ്രതിഭാ പുരസ്കാരങ്ങൾ ഹർഷിൽ ഹരിദാസ്, ദേവാമൃത് അനിൽ, സോണിയ EG എന്നിവർക്ക് MP ബെന്നി ബെഹനാൻ സമ്മാനിച്ചു. ബിസിനസ് എക്സലൻസ് അവാർഡുകൾ മന്ത്രി OJ ജനീഷിൽ നിന്ന് CP ആൻഡുവും പത്രോസ് വിൽസണും ഏറ്റുവാങ്ങി. ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കുകയും വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. മീഡിയ ടൈം, മാള. പുത്തഞ്ചിറ സർവീസ് സഹകരണ ബാങ്കിൽ LDF തീരുമാനം അട്ടിമറിച്ച CPM നിലപാടിൽ പ്രതിഷേധിച്ച് CPI വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. അംഗങ്ങളുടെ എണ്ണത്തിന്റെ ആനുപാതികമായ ധാരണാപ്രകാരം LDF തീരുമാനമനുസരിച്ച് ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം 20 മാസത്തേക്ക് CPIക്ക് ലഭിക്കേണ്ടതായിരുന്നുവെന്നും അർഹമായ പ്രസിഡന്റ് പദവി വിട്ടു നൽകാൻ CPM തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് പൊതുയോഗം സംഘടിപ്പിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. KV വസന്തകുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു രാഷ്ട്രീയ മര്യാദയുടെ പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള ഏതെങ്കിലും ഒരു കക്ഷികൾ കത്ത് തന്നാൽ, എന്നാൽ ചില തർക്കങ്ങൾ ഉണ്ടായാൽ അത് ലീഡർഷിപ്പ് ഇടപെട്ട് പരിഹരിക്കണ്ടേ? അത്തരമൊരു പരിഹാരം ഉണ്ടായില്ല. പരിഹരിക്കാം എന്ന് പറയുന്നതല്ലാതെ അതിനൊരു പരിഹാരം ഇതുവരെ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ വിഷയം ജനങ്ങളോട് പറയണമെന്ന് CPIയുടെ പുത്തഞ്ചിറ ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും പ്രാതിനിധ്യമുള്ള മുന്നണിയാണ്. അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനിക്കാൻ പറ്റൂ. ഇപ്പൊ നിയമസഭയിലെ ഉപനേതാവ് പദവി CPIക്ക് വേണമെന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി CPMനോടും ഇടതുപക്ഷ മുന്നണിക്കകത്ത് ആവശ്യപ്പെട്ടിരിക്കുക. അതിന്റെ വലിയ ചർച്ച രാഷ്ട്രീയമായി കേരളത്തിൽ നടക്കുകയാണ്. നിയമസഭാ ഉപനേതാവെന്ന നിലയ്ക്ക് CPIക്ക് അത് അർഹതപ്പെട്ടതാണെന്നാണ് ഇന്നലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി D രാജ പത്രക്കാരോട് പറഞ്ഞത്. TN വേണു അധ്യക്ഷത വഹിച്ചു. MR അപ്പുക്കുട്ടൻ, KV സുജിത് ലാൽ, CN പ്രദീപ് കുമാർ, സംഗീത അനീഷ്, UV വാസുദേവൻ, സിദ്ദിഖ് തോട്ടുങ്ങൽ എന്നിവർ പ്രസംഗിച്ചു. ലഹരി മാഫിയയുടെ വേരർക്കും വരെ സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 വർഷം നീളുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനും കാർമൽ വാരിയേഴ്സ് ഹ്രസ്വചിത്ര പദ്ധതിക്കും മന്ത്രി തുടക്കം കുറിച്ചു. മരണത്തിന്റെ വ്യാപാരികൾ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർമൽ യുണൈറ്റ്സ് ഫോർ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ സംഘടിപ്പിച്ച 1 വർഷം നീളുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെയും കാർമൽ വാരിയേഴ്സ് ലഹരിവിരുദ്ധ ഹ്രസ്വചിത്ര പദ്ധതിയുടെയും ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. സർക്കാരിന്റെ ഏറ്റവും മികച്ച പദ്ധതികളിൽ ഒന്നാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ കേരള ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല ഒരു പരിപാടിയാണ്. ഇന്ന് ആ പരിപാടി ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ പുതിയ തലമുറയെ മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റുന്ന മരണത്തിന്റെ വ്യാപാരികൾക്കെതിരായിട്ടുള്ള ഒരു യുദ്ധമാണ്. ഇന്ന് ലോകം മുഴുവൻ മയക്കുമരുന്ന് മാഫിയ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ഈ കൊച്ചു കേരളത്തിലും കഴിഞ്ഞ കുറെ നാളുകളായി പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചു കേരളത്തെ രക്ഷിക്കാൻ ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു പരിപാടിയാണ് ഓപ്പറേഷൻ തൂഫാൻ. നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്ന പ്രതിജ്ഞയുമായി മുന്നോട്ട് പോയേ മതിയാകൂ. പുതിയ തലമുറയെ മയക്കുമരുന്നിന്റെ അടിമകളാക്കാൻ ശ്രമിക്കുന്ന ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടമാണിതെന്നും കേരളത്തെ ലഹരിയുടെ പിടിയിൽ നിന്ന് സംരക്ഷിക്കാൻ സർക്കാർ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ കൈകളിൽ എത്തുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉറവിടം കണ്ടെത്തി മരണത്തിന്റെ വ്യാപാരികൾ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. പരിപാടിയുടെ ഭാഗമായി 10,000-ലധികം പേരെ പങ്കെടുപ്പിച്ച് സിഗ്നേച്ചർ ക്യാമ്പയിനും തുടക്കം കുറിച്ചു. കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ഫ്രാങ്കോ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അവതരിപ്പിച്ച സ്കിറ്റും NSS നേതൃത്വത്തിൽ തെരുവ് നാടകവും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. ബെന്നി ബെഹനാൻ MP, ചാലക്കുടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആലിസ് ഷിബു, വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ, തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ചീഫ് മുഹമ്മദ് നദീമുദ്ദീൻ,
പ്രിൻസിപ്പൽ ഫാദർ ബെന്നി പെങ്ങിപ്പറമ്പിൽ, സ്റ്റാഫ് സെക്രട്ടറി ടി.ഡി. ബൈജു, PTA പ്രസിഡന്റ് ഡോക്ടർ സിനോജ് ആന്റണി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് നഷ്ടം കുത്തനെ വർദ്ധിച്ചതായി ചൂണ്ടിക്കാട്ടി ചാലക്കുടി വാൽപ്പാറ സ്വകാര്യ ബസ് സർവീസ് അവസാനിപ്പിച്ചു. 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള പെർമിറ്റുള്ള സർവീസാണ് ഇതോടെ നിലയ്ക്കുന്നത്. അവസാന സർവീസ് യാത്രയിൽ ബസ്സുകളിൽ റീത്ത് വെച്ചാണ് ജീവനക്കാരും ഉടമകളും യാത്രയയപ്പ് നൽകിയത്. ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് സർവീസ് നടത്തിയിരുന്ന ചീനിക്കാസ് ഗ്രൂപ്പിന്റെ 2 സ്വകാര്യ ബസ്സുകളുടെ സർവീസാണ് ശനിയാഴ്ച മുതൽ അവസാനിപ്പിച്ചത്. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതും സാമ്പത്തിക ബാധ്യത വർദ്ധിച്ചതുമാണ് സർവീസ് നിർത്താൻ കാരണമെന്ന് ബസ് ഉടമകൾ പറയുന്നു. നമുക്കിപ്പോൾ ദൈനംദിന ചെലവുകൾ നോക്കിയിട്ടേ ഈ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണല്ലേ. മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാർക്ക് ഗണ്യമായ കുറവുണ്ട്. അതിൽ സ്ത്രീ യാത്രക്കാർക്ക് നമുക്ക് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച പ്രിയദർശിനി സ്കീമിൽ KSRTC സൗജന്യമാക്കി പിന്നെ നമുക്ക് എല്ലാ സർവീസും ഇടാം. ഈ സർവീസ് മാത്രമല്ല എല്ലാ സർവീസിനും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർവീസിന് കൂടുതൽ ബാധിച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ചാലക്കുടി വാൽപ്പാറ റൂട്ടിൽ 132 രൂപയാണ് ഒന്ന് ടിക്കറ്റ് ചാർജ്. ഇതിൽ മലക്കപ്പാറ വരെ 120 രൂപയുണ്ട് KSRTC. അപ്പോൾ ഈ KSRTC ഫ്രീ കിട്ടുമ്പോൾ ആൾക്കാർ കംപ്ലീറ്റ് ഫ്രീ യാത്രക്കാർ പിന്നെ അവർക്ക് കൂടെയുള്ള പുരുഷന്മാരും അവർ KSRTC യാത്ര ചെയ്യും. അത് കഴിഞ്ഞിട്ട് മലക്കപ്പാറ ഇറങ്ങി നിന്നിട്ട് നമ്മുടെ ബസ് വരുമ്പോൾ അതിൽ കയറി വാൽപ്പാറയ്ക്ക് വരും. അപ്പോൾ 20 രൂപ ചിലവുള്ളൂ. അപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും പൈസ ഇല്ല അവർ നോക്കുള്ളൂ. അപ്പോൾ പൈസ ലാഭം നോക്കുമ്പോൾ നമുക്ക് സർവീസ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയാണ്. രാവിലെ ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറയിലേക്കും ഉച്ചയ്ക്ക് തിരിച്ചുമുള്ള സർവീസും ഉച്ചയ്ക്ക് ചാലക്കുടിയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ വാൽപ്പാറയിൽ നിന്ന് മടങ്ങുന്ന സർവീസുമാണ് ഇതോടെ അവസാനിപ്പിച്ചത്. ഇതോടെ ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ള സ്വകാര്യ ബസ് സർവീസുകൾ പൂർണ്ണമായും ഇല്ലാതായി. ആദിവാസി മേഖലയിലെ ജനങ്ങൾക്കും തോട്ടം തൊഴിലാളികൾക്കും ഏറെ ആശ്രയമായിരുന്ന സർവീസുകളാണ് ഇതോടെ നിലച്ചത്. ഓരോ സർവീസിനും പ്രതിദിനം 6000 രൂപയുടെ നഷ്ടം നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ സർവീസ് തുടരാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ബസ് ഉടമകൾ പറയുന്നു. സർവീസ് അവസാനിപ്പിച്ചതോടെ 2 ബസ്സുകളിലായി ജോലി ചെയ്തിരുന്ന 10ഓളം തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാകും. കഴിഞ്ഞ 6 വർഷമായി ചീനിക്കാസ് ഗ്രൂപ്പാണ് ഈ സർവീസ് നടത്തിയിരുന്നത്. ഈ റൂട്ടിൽ 62 വർഷമായി നിലനിന്നിരുന്ന സ്വകാര്യ ബസ് പെർമിറ്റിനും ഇതോടെ വിരാമമായി. അവസാന സർവീസ് യാത്രയിൽ ബസ്സുകളിൽ റീത്ത് വെച്ചാണ് ജീവനക്കാരും ഉടമകളും യാത്രയയപ്പ് നൽകിയത്. മീഡിയ ടൈം, ചാലക്കുടി. ഗ്രാമിക ചർച്ചാവേദിയുടെ ആഭിമുഖ്യത്തിൽ 2026 ജനവിധിയുടെ പാഠങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ചർച്ചാ സമ്മേളനത്തിൽ സീനിയർ പത്രപ്രവർത്തകൻ PP ജെയിംസ് പ്രഭാഷണം നടത്തി. താഴേക്കാട് സ്വദേശി MV രാജൻ രചിച്ച 1957 മുതൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം രേഖപ്പെടുത്തിയ കേരളം ജനവിധിയുടെ നാൾവഴികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA നിർവഹിച്ചു. ഈ പുസ്തകം എന്തൊക്കെ പറയുന്നു എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നമ്മളെ പ്രഭാഷകരെ സൂചിപ്പിക്കുന്നു. ശ്രീ MV രാജന്റെ വളരെ ആഴത്തിലുള്ള പഠനം ഈ കാര്യത്തിലുണ്ടായി. ഈ പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള പുസ്തകം പ്രകാശനം ചെയ്തു. ഞാനും ഈ പുസ്തകം കയ്യിലുണ്ടായി. ഞാൻ പുസ്തകം മുഴുവൻ വായിച്ചു. ഈ പുസ്തകം എല്ലാ തരത്തിലും പ്രത്യേകിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക്, പരീക്ഷാർത്ഥികൾക്ക് പൊതുവിജ്ഞാനം ഈ മേഖലയിൽ വേണം. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് മേഖലയിൽ അദ്ദേഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുക എന്നുള്ള കാര്യം എനിക്ക് കുറച്ച് മുമ്പാണ് മനസ്സിലാക്കാൻ കഴിയും. വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PK കിട്ടൻ പുസ്തകം പരിചയപ്പെടുത്തി. ആളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KR ജോജോ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി പോളി, KD ഹേമന്ത് കുമാർ, CC സുരേഷ് ബാബു, ചർച്ചാവേദി കൺവീനർ KC ഹരിദാസ്, VR മനുപ്രസാദ് എന്നിവർ സംസാരിച്ചു.
ചൈനയിൽ നടന്ന ലോക സ്കൂൾസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരങ്ങൾ നിയന്ത്രിച്ച സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ ജിബിൻ ജോർജിനും ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആദിത്യ എം, ആദികൃഷ്ണ NJ എന്നിവർക്കും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. SAC ഗോതുരുത്തും എറണാകുളം ജില്ലാ വോളിബോൾ അസോസിയേഷനും സംയുക്തമായാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് PR സൈജൻ, ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA ഹരിദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെസ്സി സെബാസ്റ്റ്യൻ, വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS സനീഷ്, ബ്ലോക്ക് അംഗം ജോർജ് വർഗീസ്, അക്കാദമിയിലെ കായിക താരങ്ങൾ എന്നിവർ സ്വീകരണത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള കേബിൾ വിഷന്റെ സമാദരണം 2026 വിദ്യാഭ്യാസ അനുമോദന ചടങ്ങിൽ പഠനത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ് യുവജനകാര്യ വകുപ്പ് മന്ത്രി OJ ജനീഷ്. നന്നായി പഠിക്കുക എന്നത് ഈ കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും മന്ത്രി ജനീഷ്. ലഹരി മാഫിയയുടെ വേരറക്കും വരെ സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മരണത്തിന്റെ വ്യാപാരികൾ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് നഷ്ടം കുത്തനെ വർദ്ധിച്ചതായി ചൂണ്ടിക്കാട്ടി ചാലക്കുടി വാൽപ്പാറ സ്വകാര്യ ബസ് സർവീസ് അവസാനിപ്പിച്ചു. ഇതോടെ നിലയ്ക്കുന്നത് 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള പെർമിറ്റുള്ള സർവീസ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.